പിന്നീ നിന്ന് കല്ലെറിയാൻ ആർക്കാലും പറ്റും, പക്ഷെ മുന്നേ വന്നൊന്ന് കല്ലെറിയണമെങ്കിലേ അത് ധൈര്യമുള്ളവർക്കിനെ പറ്റുള്ളൂ. ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് കുറച്ച് നല്ലവരായിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ്. എൻ്റെ വീഡിയോസിന് വിരസത തോന്നി തുടങ്ങിയെന്ന് ചിലർ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാനായിട്ട് എന്നോട് നേരിട്ട് അവരും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ അത് ഞാൻ വേറെ വഴി അറിഞ്ഞു. അതാരാ എന്താണെന്നൊന്നും ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല, കാരണം ഞാൻ അത് ആരാന്നൊന്നും അറിയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ആരായിക്കോട്ടെ, ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ മേഖലയിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളൂ. വെറും 6 മാസമായിട്ടുള്ളൂ ഞാനെൻ്റെ യൂട്യൂബ് തുടങ്ങിയിട്ട്, അല്ലാതെ കാലങ്ങളൊന്നും ആയിട്ടില്ല. ഇപ്പോൾ യൂട്യൂബ് മുന്നേ തുടങ്ങിയവരിപ്പം ലോക്ക്ഡൗണിൽ തുടങ്ങിയവരൊക്കെ പെട്ടെന്ന് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു സമയത്ത് പെട്ടെന്ന് ഹൈപ്പായതായിരുന്നു യൂട്യൂബ്. ഏകദേശം ഇപ്പോൾ ഹിറ്റായി വന്നവർ പോലും ഏകദേശം ഒരു 3-4 വർഷത്തെ നന്നായി ഹാർഡ് വർക്കിൻ്റെ ഇതിൽ തന്നെയാണ് അവർ യൂട്യൂബിലേക്ക് വന്ന് നല്ല ഹിറ്റായത്. അപ്പം ഞാനൊരു സിനിമ നടൻ്റെ മകളോ ഒന്നുമല്ല, ഞാനൊരു സാധാരണക്കാരൻ മകളാണ്. അപ്പോൾ ഇപ്പം ഞാൻ 6 മാസം ആവുന്നേ ഉള്ളൂ യൂട്യൂബ് തുടങ്ങിയിട്ട്. പെട്ടെന്നൊരു ഹൈപ്പ് കിട്ടണമെന്നില്ല, ചിലപ്പോൾ കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും അതിലെന്തെങ്കിലും നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാവാം. പിന്നെ ഇതിൽ നെഗറ്റീവും ഉണ്ടാവും, പോസിറ്റീവും ഉണ്ടാവും. അതിപ്പോൾ എന്ത് കാര്യം എടുത്താലും ഉണ്ടാവും അല്ലേ. അപ്പം ഞാൻ മുന്നത്തെക്കാട്ടും കുറച്ചും കൂടി പുതിയതായിട്ട് ഓരോ വീഡിയോസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. മുന്നത്തെക്കാട്ടും കുറച്ച് മാറ്റം വന്നു തുടങ്ങിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. പിന്നെ അതുപോലെ മുമ്പ് ഒരു 2-3 മാസം മുന്നേ ഇതുപോലെ ഞാൻ കേട്ടു. എന്നോട് നേരിട്ടല്ല, ഇതുപോലെ തന്നെ വേറൊരാൾ പറഞ്ഞിട്ടാണ് ഞാൻ കേട്ടത്. എന്തിന് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്, എന്തിനിതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഇഷ്ടത്തിനാണ്. എനിക്കിഷ്ടമാണ് വീഡിയോസ് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്, എൻ്റെ ഫാമിലിയും ഉണ്ട്. അത്രയും മതി എനിക്ക്. പിന്നെ ബാക്കി കാണുന്നവരെന്നെ സ്വീകരിക്കുന്നു, ഇഷ്ടപ്പെടുന്നവരെന്നെ സ്വീകരിക്കുന്നവരുണ്ടാവും, അല്ല തള്ളിക്കളയുന്നവരുണ്ടാവും. അത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ചിലതൊക്കെ നമ്മൾ ഇതിലേ കളയാം. ചിലർക്ക് നമുക്ക് മറുപടി ചിലപ്പോൾ നേരിട്ട് വരുന്ന വെച്ചാൽ നമുക്ക് നേരിട്ട് കൊടുക്കാം. അല്ലാതെ വരുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുക, ഇങ്ങനെ ഒരു വീഡിയോസായിട്ട് ചിലപ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നാണം കെടുത്തിയെങ്കിൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവാൻ പറ്റുള്ളൂ. ഇത് ഒരു ഫോണുണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റില്ല. അതിൻ്റേതായ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പം അവർക്ക് വേണമെങ്കിൽ ബാക്കിലിട്ടെന്ന് പറയാം, പക്ഷെ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഇതുപോലെ പറയാൻ പറ്റുമോ എന്നുള്ളത് അവരത് ചെയ്ത് നോക്കേണ്ടി വരും. ഞാൻ എന്തായാലും യൂട്യൂബ് നിർത്താൻ വിചാരിച്ചിട്ടില്ല, തീരുമാനിച്ചിട്ടുമില്ല. ഞാൻ എന്തായാലും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കും. പിന്നെ എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതെന്ന് വെച്ചാൽ, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഞാൻ ക്ലാസ്സിൽ ഒരു ദിവസം പോയപ്പോൾ അവിടെ ഞാൻ 1-2 പേരെടുത്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോ, എനിക്കൊരു ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ അതിലവർ അവർക്ക് നമ്മളെ മുന്നേ പരിചയമൊന്നുമില്ല, കുറച്ച് ദിവസത്തെ പരിചയമുള്ളൂ. പക്ഷെ അവർ ജഡ്ജ് ചെയ്തു. അതുപോലെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു അവിടെ. ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ ജസ്റ്റ് പറഞ്ഞു, ആ ചേച്ചി നല്ല ആക്റ്റീവാണ്. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ ചേച്ചി കട്ട സപ്പോർട്ടായിരുന്നു എനിക്ക്. ആ ചേച്ചിക്ക് സത്യം പറഞ്ഞൊരു ആവശ്യമില്ല, വേണമെങ്കിൽ വിട്ട് കളയാം, അല്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വിടാം. അതൊന്നുമല്ല ആ ചേച്ചി ചെയ്തത്. ആ ചേച്ചി അവിടെ വരുന്ന പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞു, സബ്സ്ക്രൈബ് ചെയ്തോളട്ടെ, ഇതാണ് ദിയർ ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അതുപോലെ ആ ചേച്ചി വീട്ടിൽ ചെന്നിട്ട് വീട്ടിലുള്ളവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. പിന്നെ അതുപോലെ ചേച്ചി സ്റ്റാറ്റസൊക്കെ ഇട്ടു. അപ്പോൾ നമ്മൾ അടുത്തറിയുന്നവർ പോലും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ 2 മാസത്തെ പരിചയം വെച്ചിട്ട് ആ ചേച്ചി ഇത്രയെങ്കിലുമൊക്കെ ചെയ്തു. അത് തന്നെ വലിയ കാര്യമാണ് അല്ലേ. നമ്മളെ ലൈഫിൽ ഇതുപോലൊക്കെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാവും, നമ്മളെ
സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങൾക്കും. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരെപ്പോഴും കൂടെ കൊണ്ടുപോവുക. നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. അത് കൂടുതൽ ശ്രദ്ധിക്കാണ്ടിരിക്കുക. അതല്ലേ ചെയ്യാൻ പറ്റും നമുക്കൊക്കെ. ഇപ്പോൾ നമ്മളെക്കാട്ടും വലിയ വലിയ ആൾക്കാരൊക്കെ എന്തോരം കേൾക്കുന്നു, അത്രയൊന്നുമില്ലല്ലോ നമുക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. അതുപോലെ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.